നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒളിമ്പിക്സിൽ ഫുട്ബോൾ മത്സരങ്ങൾ അവസാനിച്ചു. വനിതാ വിഭാഗത്തിലെ ഗോൾഡ് മെഡൽ മത്സരത്തിൽ ബ്രസീലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിനെ തോൽപ്പിച്ചുകൊണ്ട് USA ഗോൾഡ് മെഡൽ സ്വന്തമാക്കി. പുരുഷ വിഭാഗത്തിൽ സ്പെയിൻ ആയിരുന്നല്ലോ ഗോൾഡ് മെഡൽ നേടിയത്. ബ്രസീലിനെതിരെയുള്ള മത്സരം ഏകപക്ഷീയമായ ഒരു ഗോളിന് USA വിജയിച്ചപ്പോൾ അവർക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയത് മെലോഡി സ്വെൻസനാണ്. ആദ്യ പകുതി ഗോൾ രഹിതമായ മത്സരം. രണ്ടാം പകുതിയിൽ 57ാമത്തെ മിനിറ്റിലാണ് USAയുടെ വിജയ ഗോൾ പിറക്കുന്നത്. ബ്രസീലിന് അനുകൂലമായി ലഭിക്കേണ്ട പെനാൽറ്റി റഫറി നൽകിയില്ല എന്നുള്ളത് പിന്നീട് വലിയ വിവാദമായി. റഫറിങ്ങിനെതിരെ ബ്രസീലിയൻ ടീം ശക്തമായ രൂപത്തിൽ വിവാദങ്ങൾ ഉയർത്തുന്നു, ആരോപണങ്ങൾ ഉയർത്തുന്നു. അവരുടെ കോച്ച് പറഞ്ഞത് അടുത്ത തവണയെങ്കിലും നല്ലൊരു റഫറി, അതായത് കളിയുടെ നിയമങ്ങൾ പാലിക്കുന്ന ഒരു റഫറിയെ ലഭിക്കട്ടെ, വാർ ചെക്ക് ചെയ്യുന്ന റഫറിയെ ലഭിക്കട്ടെ. തീർച്ചയായിട്ടും ഇത് തെറ്റായിട്ടുള്ള തീരുമാനമാണ് സംഭവിച്ചത്. അഡ്രിയാനെയാണ് ഫൗൾ ചെയ്തിരുന്നത്. അവരുടെ പ്രതികരണം വന്നത് അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പെനാൽറ്റി വിധിക്കേണ്ടതാണ്. ബോൾ എൻ്റെ കാലിലാണ് ഉണ്ടായിരുന്നത്. ഒരിക്കലും USA താരത്തിന് ബോൾ ലഭിച്ചിട്ടില്ല എന്ന ഫൗൾ ചെയ്യുകയാണ് ചെയ്തത്. അതാണ് കോച്ച് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് USAയുടെ ഭാഗത്താണെങ്കിൽ റഫറി ഓടിച്ചത് വാർ നോക്കുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് എന്നാണ് അഡ്രിയാന പറഞ്ഞതെങ്കിൽ മാർത്ത ഇപ്പം ഒളിമ്പിക്സ് ഫുട്ബോളിൽ നിന്ന് അവസാന മത്സരവും കളിച്ചവർ വിരമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ മാർത്ത കളിക്ക് ശേഷം ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മൾ റഫറിയെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ഞാൻ ആ റീപ്ലേ കണ്ടു, അത് ക്ലിയർ പെനാൽറ്റി ആയിരുന്നു. ഓൾറെഡി ഞങ്ങൾക്ക് അറിയാമായിരുന്നു USAക്കെതിരെ കളിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അത് അവർക്കെതിരെ മാത്രമല്ല റഫറിമാർക്കെതിരെ കൂടി കളിക്കണം എന്ന അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് എന്ന് മാർത്തയും ആരോപിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.